പുരാണങ്ങളിൽ പലതരത്തിലുള്ള ധനുസുകളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ പറയുന്ന 2 ധനുസുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഗാണ്ഡീവം, ശക്തി ധനുസ്. ഗാണ്ഡീവം എന്ന ആയുധം ഏന്തി നിൽക്കുന്നതിനാൽ അർജുനനെ ഗാണ്ഡീവധാരി എന്നും ശക്തി ധനുസ് ഏന്തി നിൽക്കുന്നതിനാൽ കർണനെ ശക്തിധാരി എന്നും സംബോധന ചെയ്യുന്നുണ്ട് മഹാഭാരതത്തിൽ. ലോകത്തിലെ ധർമ്മം നിലനിർത്താൻ സൃഷ്ടിപിതാവായ ബ്രഹ്മദേവൻ നിർമ്മിച്ചതാണ് ഗാണ്ഡീവം. ഈ ധനുസ് 1000 വർഷത്തോളം കാലം കാത്തിരുന്നത് മഹാദേവനാണ്. പിന്നെ പ്രജാപതിക്കും അവിടെ നിന്നും ഇന്ദ്രദേവനും അവസാനം വരുണദേവനും ലഭിച്ചു. മഹാഭാരതത്തിൽ ഗാണ്ഡീവപ്രസ്ഥം എന്ന ഒരു വനത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഉഗ്രവിഷം നിറഞ്ഞ നാഗങ്ങൾ വസിച്ചിരുന്ന വനം. അഗ്നിദേവൻ ആ വനത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം സഹായം ആവശ്യപ്പെട്ടത് അർജുനനോടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം അർജുനൻ സാധിച്ചു നൽകി. ആ സന്തോഷത്തിൽ അഗ്നിദേവൻ വരുണദേവന്റെ കയ്യിൽ നിന്നും അർജുനന് ഗാണ്ഡീവം ധനുസ് വാങ്ങി നൽകി. കൂടെ ഒരു രഥവും. ഭഗവാൻ മുരുകൻ താരകാസുരനെ നിഗ്രഹിച്ചു. താരകാസുരന്റെ 3 മക്കൾ തപസ് ചെയ്തു വരം വാങ്ങി ത്രിപുരം എന്ന വലിയൊരു നഗരം ഉണ്ടാക്കി. പിന്നീട് ദേവന്മാരെയും മഹർഷിമാരെയും അങ്ങനെ നിരവധി നിരപരാധികളെ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവന് അവരുടെ ത്രിപുരം നശിപ്പിക്കണം എന്നുണ്ട് എങ്കിൽ പാശുപതാസ്ത്രം ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ പാശുപതാസ്ത്രത്തെ ഉപയോഗിക്കണം എങ്കിൽ അതിന് ശക്തമായ ഒരു ധനുസ് ആവശ്യമാണ്. ഭഗവാന്റെ ഈ ആവശ്യം നിറവേറ്റുവാൻ ദേവശില്പി ശ്രീ വിശ്വകർമാവ് നിർമ്മിച്ചതാണ് ശക്തി ധനുസ്. മഹാദേവൻ ശക്തി ധനുസിൽ പാശുപതാസ്ത്രത്തെ തൊടുത്താണ് ത്രിപുര നഗരത്തെ നശിപ്പിച്ചത്. അങ്ങനെ ഭഗവാന് ലഭിച്ച പേരാണ് ത്രിപുരാന്തകൻ എന്ന്. അതിനുശേഷം മഹാദേവൻ ഈ ധനുസ് ഇന്ദ്രന് നൽകി. പിന്നീട് വിഷ്ണു ഭഗവാൻ പരശുരാമന്റെ അവതാരത്തിൽ വന്ന സമയത്ത് ഭൂമിയിൽ ഉള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ഷത്രിയരെയും വധിക്കും എന്ന് ശപഥം ചെയ്യുന്നു. ഈ സമയം മഹാദേവൻ ഇന്ദ്രനോട് ശക്തി ധനുസ് പരശുരാമന് നൽകുവാൻ ആവശ്യപ്പെട്ടു. ശേഷം കർണൻ പരശുരാമന്റെ ശിഷ്യനായ സമയം കർണന് പരശുരാമൻ ഈ ശക്തി ധനുസ് സമ്മാനിക്കുന്നു. ശക്തി ധനുസ് കയ്യിലുള്ള സമയം കർണൻ ശക്തിയിൽ അഗ്നിദേവനും വേഗത്തിൽ വായുദേവനും കോപത്തിൽ മഹാദേവന് തുല്യമായും യുദ്ധക്കളത്തിൽ കാണപ്പെട്ടു. ശക്തി ധനുസ് കയ്യിൽ ഉള്ള സമയം കർണനെ വധിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ തേരിന്റെ ചക്രം ചെളിയിൽ താഴ്ന്ന സമയം അത് ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ ശക്തി ധനുസ് കർണൻ താഴെ വയ്ക്കുന്നു. ഈ അവസരത്തിലാണ് കർണനെ അർജുനൻ വധിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.